വ്യത്യസ്ത ഫോട്ടോകളിലുള്ളവരെ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോയിലാക്കി മാറ്റാനും ഇനി ഫോട്ടോയിലെ ആരുടെയെങ്കിലും തല മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാനും ഇനി നിങ്ങളുടെ തന്നെ ഒരുപാട് ഫോട്ടോകളുണ്ടെങ്കിൽ അതൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരുമിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം ജെമിനി, ChatGPT ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഫോട്ടോ ഒരുമിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് ലഭിക്കില്ല, മുഖം മാറും, പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ ഇത് നമുക്ക് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം പലർക്കും ഡിസ്ക്രിപ്ഷൻ അറിയാത്തത് കൊണ്ട് തന്നെ ലിങ്ക് ലഭിക്കാറില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചെറുതായിട്ട് മോർ എന്ന ഓപ്ഷൻ കാണാം. ചിലർക്ക് അവിടെ 3 ഡോട്ട്സ് ആയിരിക്കും. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഓണായി വരും. അതിനകത്ത് നീല നിറത്തിൽ ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓണായി ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പരസ്യങ്ങളുണ്ടാവും. പിന്നെ പരസ്യങ്ങൾ അത്ര വലിയ ശല്യം ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷനാണ് ലഭിക്കുക. ഇവിടെ സെലക്ട് ഫോട്ടോ എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ ആവശ്യം ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പുതിയ ഫോട്ടോ ആഡ് ചെയ്യണമല്ലോ. അതിനായിട്ട് മുകളിൽ നിങ്ങൾക്ക് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് ഇതിലേക്ക് വരിക. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കട്ട് എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വിവിധ തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കും ഒക്കെ കളയാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ AI ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ചില ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇത് വർക്ക് ചെയ്യില്ല, അപ്പോൾ മാനുവലായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഭൂരിഭാഗം മൊബൈൽ ഫോണിലും ആ ഓപ്ഷൻ വർക്ക് ചെയ്യും. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയിട്ടുണ്ട്. ഇനി എറേസ് ചെയ്ത് ലഭിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ താഴെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് അത് മാനുവലായിട്ട് മായ്ച്ച് കളയാൻ സാധിക്കുന്നതാണ്. അതായത് പശ്ചാത്തലത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കാര്യമൊക്കെ നമ്മുടെ ചിത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ മാനുവലായിട്ട് മായ്ച്ച് കളയാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മളൊരു ഫോട്ടോയിൽ മറ്റൊരു ഫോട്ടോ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തന്നെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോനനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഫോട്ടോ എടുത്താൽ വളരെ വൃത്തിയായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തത് ഡൺ കൊടുത്താൽ സ്മൂത്ത്നെസ് കൊടുക്കേണ്ട ഓപ്ഷനാണ് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്ജ് സ്മൂത്ത് ചെയ്യണമെങ്കിൽ അതിലെ നമ്പർ ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് സൈഡ് എഡ്ജ് കട്ടാകുന്നതാണ്. അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പശ്ചാത്തലമില്ലാതെ നമ്മുടെ ചിത്രം ഇതുപോലെ ലഭിക്കും. ഇത് നമുക്ക് ആദ്യത്തെ ഫോട്ടോയുടെ മുകളിൽ എവിടെ വേണമെങ്കിലും ഏത് വലിപ്പത്തിലും അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് പിറകിലെ ഫോട്ടോയിൽ നിൽക്കുന്നത് സിംഗിൾ വ്യക്തിയായാലും ഗ്രൂപ്പ് ആയാലും അവരുടെ പിറകിലേക്ക് ചെറുതായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അതൊരു ട്രിക്ക് ഉപയോഗിക്കണം. അതായത് നമ്മുടെ കൈ മാത്രം പിറകിൽ നിൽക്കുന്ന ആളുടെ പിറകിൽ വരണം. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതും കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു ഫോട്ടോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോട്ടോ തന്നെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അത് കൃത്യമായിട്ട് അവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ലെയറുകളായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും മുകളിലുള്ള ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ കട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എറേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ലെയറുകളായി ഒരേ ഫോട്ടോ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മതി. ശേഷം ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലെ വ്യക്തിയാണ് ആഡ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ കൂടി നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇടതുഭാഗത്ത് ലെയറുകൾ കാണാം. നമ്മൾ എത്ര ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ലെയർ ഉണ്ടാവും. ലെയറിൻ്റെ ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് നമുക്ക് താഴെയും മുകളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ 3ാമത്തെ ലെയർ 2ാമത്തെ ലെയറിൻ്റെ പിറകിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോയുടെ പിറകിലേക്ക് ഞാൻ വന്നത് കാണാം. ഇതുപോലെ നമുക്ക് ലെയറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ഫോട്ടോ ആണ് അതിനനുസരിച്ച് ആരൊക്കെ മുന്നിൽ വരണം, ആരൊക്കെ പിന്നിൽ വരണം, ഏതൊക്കെ ഫോട്ടോ എങ്ങനെ വരണം, അതൊക്കെ നമുക്ക് ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഫോട്ടോയിൽ നമുക്കൊരു തല ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ മായ്ക്കണം അതിനനുസരിച്ച് മായ്ച്ചിട്ട് തല അവിടെ കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന പുതിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ആ ഫോട്ടോനനുസരിച്ച് അയാളെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെയുള്ള ഫോട്ടോയിൽ നമ്മൾ തലകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ വൃത്തിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതല്ല. നമുക്കിതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട്
ഒരുപാട് ഫോട്ടോകൾ മിക്സ് ചെയ്ത് മനോഹരമായിട്ട് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.